മന്ദാകിനി അറിയാത്ത മലയാളികളുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. മലയാളത്തിൽ നാടൻ വാറ്റെന്നും തമിഴിൽ നാട്ടുചരക്കെന്നും അറിയപ്പെടുന്ന ഈ മദ്യം ഇവിടെ കാനഡയിൽ വമ്പൻ ഹിറ്റാണ്. കോതമംഗലം സ്വദേശിയായ അബീഷ് ചേട്ടനാണ് ഈ സംരംഭത്തിന് പിന്നിൽ. ഇവിടുത്തെ ഫാമിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങൾ കൊണ്ടാണ് വാറ്റ് നിർമ്മിക്കുന്നത്. അതിന്റെ വിശേഷങ്ങളായാലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. കൺട്രി സൈഡിലൂടെയാണ് ഫാമിലേക്കുള്ള നമ്മുടെ യാത്ര. റോഡിന്റെ ഇരുവശത്തുമായി വിൻമില്ലും പവർ പ്ലാന്റും ഡയറി ഫാമും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഫാമിനോട് ചേർന്ന് തന്നെ അവരുടെ ഔട്ട്ലെറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് മദ്യം മാത്രമല്ല, അവിടുത്തെ ഫ്രൂട്ട്സ് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ജാമുകളും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങളും നമുക്ക് വാങ്ങാം. ഡിസ്റ്റിലറിയുടെ പ്രവർത്തനങ്ങളും മറ്റും എങ്ങനെയാണെന്ന് ചേട്ടൻ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ആവി വന്ന ആവിന്റെ തണുപ്പിക്കും. അപ്പൊ വെള്ളം അതിന് നേരെ കുപ്പിയിലാവും. വാറ്റ് രുചിച്ചു നോക്കാനുള്ള അവസരവും കിട്ടി. എന്നാൽ അതിൽ വെള്ളം ഒഴിക്കണമെന്ന് ആരും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അത് ഇറങ്ങിപ്പോയ വഴിയെല്ലാം അറിയാൻ പറ്റി. ഫാമിൽ നിന്ന് വിളവെടുക്കുന്ന പഴങ്ങൾ കഴുകി വൃത്തിയാക്കി അതിന്റെ പൾപ്പ് എടുക്കും. ശേഷം ഈ പൾപ്പ് ജാമും മറ്റു പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുവാനും അതിന്റെ ബാക്കി വരുന്ന പഴച്ചണ്ടി ബിന്നുകളിൽ ഫെർമെന്റേഷനായി സൂക്ഷിച്ചു വെക്കും. ഫെർമെന്റേഷന് ശേഷമാണ് വാറ്റിന്റെ നിർമ്മാണം. വാറ്റ് കൂടാതെ നല്ല നാടൻ കള്ളും ഇവിടെ ലഭ്യമാണ്. അങ്ങനെ ഡിസ്റ്റിലറിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് അവരുടെ ഫാമിലേക്കാണ്. അവിടെ നിന്ന് നമുക്ക് വേണ്ടുള്ള സ്ട്രോബെറികളൊക്കെ പറിക്കാം. ഞങ്ങൾക്ക് കുറെ വെറൈറ്റി ഷേപ്പിലുള്ള സ്ട്രോബെറികളൊക്കെ കിട്ടി. 84 ഏക്കറോളം വരുന്ന ഈ ഫാമിൽ 30 മുതൽ 40 വരെ വെറൈറ്റി ആപ്പിളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ സസ്കിച്വാൻ ബെറി, ബ്ലൂബെറി, പിയർ, റാസ്ബെറി, റെഡ് കറന്റ് തുടങ്ങിയ 17 തരം പഴവർഗ്ഗങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സർണിയ, കുമോക്ക തുടങ്ങിയ ഫാർമേഴ്സ് മാർക്കറ്റുകളിലാണ് ഈ പഴങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കേക്ക്സും പേസ്ട്രീസും ഒക്കെ ട്രൈ ചെയ്തു. എല്ലാം തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഒരു പിസയും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്.